അങ്ങനെ വീണ്ടും ഡിസംബർ മാസം വന്നെത്തി. അതെ, FFKVC മീറ്റപ്പ് 5.0. 5 വർഷം കടന്നു പോയതും 5ാമത്തെ ആനിവേഴ്സറിയിലെത്തിയതും ഒരു സ്വപ്നം പോലെയുണ്ട്. നല്ല സ്വപ്നങ്ങളും ചീത്ത സ്വപ്നങ്ങളും കടന്നു വന്ന കാലം. ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ തുടങ്ങി ഇത്രമാത്രം വീഡിയോകളിലും ഇത്രമാത്രം ക്രിയേറ്റേഴ്സിലും നിറഞ്ഞു നിൽക്കുന്ന FFKVC. കഴിഞ്ഞ മീറ്റപ്പുകളെ പോലെ ആർഭാടങ്ങളോ ആൾക്കൂട്ടങ്ങളോ ഇല്ലാതെയാണ് ഈ മീറ്റപ്പ് തുടങ്ങുന്നത്. ഒരു പക്ഷേ നമ്മുടെ ഒരു ഡൗൺ സ്റ്റേജ് ആയിരിക്കാം. ജീവിതത്തിലും കരിയറിലും എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാം. ഇപ്പോൾ ഒരു ഡൗൺ സ്റ്റേജ് തന്നെയാണ് ഈ 5ാമത്തെ വർഷം. നിങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ എല്ലാ സക്സസ്സും ഞങ്ങൾ എടുത്തു കാണിക്കുന്ന നിങ്ങളോട് തന്നെ പറയുന്നു, ഒരു ഡൗൺ സ്റ്റേജിലാണ് FFKVC ഉള്ളത്. കാരണങ്ങൾ പലതാവാം, പക്ഷേ ഡൗൺ സ്റ്റേജാണ്. ഇതിനെ മറികടന്ന് മുന്നോട്ട് പോയേ മതിയാവും. വേണ്ട മാറ്റങ്ങൾക്കും തിരുത്തലുകൾക്കും മുന്നോട്ട് പോവേണ്ട പ്ലാനുകൾക്കുമായി ഞങ്ങൾ വീണ്ടും ഒത്തുകൂടുകയാണ്. ഒരുപാട് നല്ല ഓർമ്മകൾക്കായി FFKVC മീറ്റപ്പ് 5.0. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ FFKVC 5th ആനിവേഴ്സറി. അപ്പൊ രാവിലോട്ട് ഫുൾ പരിപാടിയായിരുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ അതൊക്കെ പോയി കണ്ടിട്ടോ. ഹായ് ഗൈസ്, അപ്പൊ നമ്മളെല്ലാരും കൂടെ പരിപാടിക്ക് പോകാനുള്ള പ്ലാനിലാണ്. ബസ് ഇപ്പൊ എത്തും. നമുക്ക് ഇന്ന് അടിച്ചു പൊളിക്കല്ലോ. അതെ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ എല്ലാ പരിപാടിയും മീറ്റപ്പിനെ കുറിച്ചുള്ള പരിപാടികൾ ഇക്കയും നീ അത് മാറ്റിക്കോ. കുറച്ച് അന്തന്മാരെല്ലാരും കൂടെ കൂടിയിട്ടുണ്ട് ഗൈസ് പരിപാടി അറ്റൻഡ് ചെയ്യാൻ വേണ്ടി. ഓ മൈ ഗോഡ്, ഇക്ക പോയിട്ടുണ്ട്. അപ്പൊ അതെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ നേരെ പരിപാടി നമ്മുടെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് പോവാൻ പോവാണ്. ഇപ്പൊ ബസ് എത്തും. ഈ ബസ്സിലേക്ക് ഇരുന്ന് ഭയങ്കര ചൂടാണ്. ഗൈസ്, അപ്പൊ നമ്മുടെ സ്ഥലത്തെത്തി. അപ്പൊ എല്ലാരും ഉണ്ട്. അപ്പൊ ഇനി ഇവിടെ നേരെ ബോട്ടിലോട്ട്, ബോട്ടിൽ നേരെ കടലിലോട്ട്, നേരെ ഷിപ്പിലോട്ട്, ഷിപ്പിൽ നിന്ന് നേരെ കടലിലോട്ട്, കടൽ നേരെ സൺറൈസ് കാട്ട് നമ്മൾ ചില്ലാക്കാൻ പോവാണേ. ക്ഷമിക്കണം. സൺസെറ്റ് കാണാൻ എന്തായാലും അവിടെ എത്തിക്കാണ്. ഗൈസ്, അപ്പൊ ഫൈനലി ഇതാണ് ഷിപ്പ്. ഇതിലാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ മീറ്റപ്പ് നടക്കുന്നത്. ബാക്കിയുള്ള FFKVC മെമ്പേഴ്സ് എല്ലാവരും എല്ലാവരും പരിചയപ്പെടണം. ബാക്കി പരിപാടിയായിട്ട് കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ ക്രൂസ് ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മളെ കാണാൻ? സുന്ദരന്മാരായിട്ടില്ലേ? ഇനി ബക്രീനും അല്ലേ? കുറച്ച് ക്യൂട്ടാണ്. നമ്മൾ ആദ്യം സൺസെറ്റ് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് ഇന്ന് തന്തോയി പോയി. വൈഫ് അവിടെ ഇരിക്കണം. പിന്നെ അങ്ങോട്ട് ചാറ്റ് ചെയ്യാം. ആദ്യം ഇവിടെ നിന്ന് സൊള്ളുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിൽ പോയി. ബാക്കിൽ നിന്ന് ഇക്ക രണ്ടെണ്ണത്തിനെ പൊക്കി ഇവൻ ഇപ്പുറത്ത്. എല്ലാ മീറ്റപ്പിനും വൈബ് സൈഡിൽ നിന്നിട്ട് എല്ലാവരുടെയും പേര് പറഞ്ഞ് അതിനെ പരിചയപ്പെടാം. ആദ്യം തന്നെ ക്രിസ്. ഇതാണ് ക്രിസ്. എന്റെ പേര് ക്രിസ്. ചാനലിന്റെ പേര് ഗെയിം ക്രിസ് എന്നാണ്. ചാനൽ നെയിം എന്റെ പേര് അജയ്. ചാനൽ നെയിം ഏജസേട്ടൻ. എന്റെ പേര് സുഫിയാൻ. ചാനലിന്റെ പേര് മല്ലു ഗാരേജ് 2.0. വരുന്നത് കണ്ണൂർ. പേര് സിബിലി. ചാനൽ നെയിം അനിരുദ്ധ. ചാനൽ നെയിം പാർട്ട്നേഴ്സ്. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടിയാണ് ആ ഒരു ചാനൽ ഹാൻഡിൽ ചെയ്യുന്നത് അല്ലേ? എന്റെ പേര് ആദിത്യൻ. ചാനൽ RED4. ഒറിജിനൽ പേര് ആരോമൽ എന്നാണ്. പേര് ഭവൻ. എന്റെ ചാനൽ നെയിം ഭവൻ ഗെയിമർ. ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ചാനൽ നെയിം സ്പോയിലർ ഗെയിമിംഗ്. JBB എന്നാണ്. സോറി, ഇന്നലെ കല്യാണം കഴിഞ്ഞുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഒരു ചെറിയ ശൈയുണ്ട്. എന്റെ പേര് അഭിനന്ദ് രാജീവ്. ചാനലിന്റെ പേര് RDZ അബി. കീഴ്ട്ടിലും വെലോസിറ്റി എടുത്തിട്ടാണ്. പേര് സാലി. ചാനലിന്റെ പേര് പ്രയങ്കർ. എന്റെ പേര് ഗോകു. ഗോകു എന്നാക്കി ചാനലിന്റെ പേര്. എന്റെ പേര് ഗോവിന്ദനായിരുന്നു.
എന്റെ പേര് പൃഥ്വീഷ്. ചാനൽ നെയിം ഗണേഷ് എന്നാണ് പേര്. ഗെയിമിംഗ് എന്ന യൂട്യൂബ് ചാനൽ. പിന്നെ അവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയാലോ. ഞാൻ പരിചയപ്പെടുത്തുന്നില്ല. ബ്രോ ഈ ബ്രോ ഏതാ? ബ്രോയ്ക്ക് ചാനലുണ്ടോ? അത് മെഹ്റാജ് നൂബ് എന്റെ എഡിറ്ററാ. സോണറ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ FFKYC മെമ്പേഴ്സ്. ഇതില് ന്യൂ മെമ്പേഴ്സും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. സ്നാക്സ് ബോക്സ് ഒക്കെ കഴിച്ച് സൺസെറ്റ് ഒക്കെ കണ്ടിരിക്കും. നിങ്ങൾ പോയി അടുത്ത സൺസെറ്റ് കണ്ടോ? कि तेरा इंतजार है छू जो मुझे तुम कभी खो न जाऊं मैं रात दिन नजरों में तुम हो बसे. നമ്മുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് നീന്തി വരുന്നെന്നാണ് പറഞ്ഞത്. നമ്മൾ ഞങ്ങള് ഇത്ര നേരം വെയിറ്റ് ആക്കിയതും അതിനു വേണ്ടിയാണ്. ഗസ്റ്റ് നീന്തി വരുന്നെന്ന്. അതെ, അത് കാണാൻ വേണ്ടി വന്നേ. ആരാണെന്ന് നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, ഒടുവിൽ നമ്മൾ വിചാരിച്ച അത് തന്നെയായിരുന്നു. ഗസ്റ്റ് നീന്തി എത്തി. എനിക്ക് ലൈഫ് ജാക്കറ്റ് ഒന്നും വേണ്ടെന്ന്. ഞാൻ കാസ്ട്രോ ലൈഫ് ജാക്കറ്റ് വേണ്ടെന്ന്. ഓ ഗൈസ്, അവിടുന്ന് പിടിച്ചിട്ട് കയറണം. ഗസ്റ്റ് എത്തി. വെൽക്കം ബോട്ട്. മറ്റേ BMW ഇങ്ങോട്ട് വന്നിട്ടായിരുന്നോ? അപ്പൊ എന്തായാലും ഗസ്റ്റ് എത്തി. ഇനി ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാം. ആണോ? എവിടെ? മറ്റേ പാലക്കാട് നിന്നായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും ഇനി ബാക്കി പരിപാടികളൊക്കെ കാണാം. ഡോക്കിയാണ് ഈ മീറ്റപ്പിന്റെ ഒരു പ്രചോദനം. 10ാമത്തെ മീറ്റപ്പ് മിക്ക ഓർഗനൈസേഷൻ ചന്ദ്രനിൽ വെച്ച് നടത്തുമെന്ന് പറഞ്ഞ് നമ്മൾ അറബിക്കടലിൽ വെച്ച് നടത്തുകയാണ് 5ാമത്തെ മീറ്റപ്പ്. ചന്ദ്രനിൽ വരെ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് എന്തോ ഡയലോഗ് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഡോക്കി. വാ ഡോക്കി, വാ. എന്തൊരു ഡയലോഗ് ബുക്കാരണം തോന്നുന്നു പറയട്ടെ. അപ്പോ ഇതിപ്പോ 5ാമത്തെ മീറ്റപ്പാണ്. 5ാമത്തെ മീറ്റപ്പ് അറബിക്കടലിൽ വെച്ച് നടത്തി. അപ്പൊ 15ാമത്തെ മീറ്റപ്പ് ഇലോൺ മസ്ക് ആയിട്ട് കൊണ്ടാണ് പുള്ളിക്കാരൻ. വേറെ മാറ്റല്ലേ അപ്പൊ ഓക്കെ, ഇതാണ് കേൾക്കുന്നത്. അപ്പൊ ഒന്ന് കൈയടിച്ചേക്കും. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയമായി. ആടിയാണ് ഞങ്ങൾ ഫുഡ്. കുറച്ചുകൂടെ ബാക്കോട്ട് കഴിച്ചാ ഗൈസ്. അത് കണ്ടോ ഒരാളൊക്കെ അതാ ഉൾക്കടലോട്ട് എത്തി. അതുകൊണ്ട് നല്ല കിട്ടിലാട്ടുണ്ട് കേട്ടോ. അപ്പം ആട്ടത്തിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോകും നമ്മള്. മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി അഞ്ചാമത്തെ വർഷം എത്തുമ്പം ചിലപ്പം ഇപ്പൊ പ്രശാന്തോട് ഒരു സ്ഥാപനമുണ്ട്, കേക്ക് ബോക്സ് വളർച്ചയിലാണ്. ഞാൻ 100% പറയും നമ്മൾ ശരിക്കും ഒരു തളർച്ചയിലാണ്. ഫസ്റ്റ് മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ വെളിച്ചത്തിന് പകരം നമ്മൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ചാണ് കേക്ക് കട്ട് ചെയ്തത്. പക്ഷെ അത്രയും ഡൗൺ സ്റ്റേജ് നിന്നിട്ടും ഈ ഒരു ലെവലിൽ നമുക്ക് പരിപാടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സക്സസ് ആണ്. ഇന്നിവിടെ വന്ന ഓരോരുത്തരുമാണ് അതിന് കാരണം. മനസ്സിലാവുന്നുണ്ടോ?
ഒരിക്കലും കാശും ലാഭവും നോക്കി മാത്രമല്ല നമ്മൾ മൂവ് ചെയ്തിട്ടുള്ളത്. അത് ചേർന്ന് നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പലരും പല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട്. FFKYCനായാലും എന്നെ ആയാലും കൂടെ നിന്ന മെമ്പേഴ്സിനെ ആയാലും. അത് ഓർഗനൈസുകളാവാം, ബ്രാൻഡ്സുകളാവാം, ബിസിനസ് ആവാം, ക്രിയേറ്റേഴ്സ് ആവാം. പക്ഷെ ഞങ്ങൾ ഒറ്റ രീതിയിലേ കണ്ടിട്ടുള്ളൂ, ഒന്നിച്ച് വളരുക, അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുക. അത് ഇനിയും തുടരും. എന്തായാലും നമ്മുടെ ഉള്ളിലുള്ളൊരു നന്മ ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റൂല. നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കാം, പക്ഷെ നമ്മുടെ ഉള്ളിലുള്ളൊരു നന്മ ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റൂല. ഇത് ഞാനൊരു അടുത്തൊരു ബിഗിനിങ് ആയിട്ട് കാണുന്നു. നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, അന്ന് നമുക്ക് പൊതിച്ചോറ് ഇതുപോലൊരു ഫ്ലെക്സ് തന്നെയായിരുന്നു അന്നും വലിച്ചു കിട്ടിയത്. പക്ഷെ ഇതിന്റെ പണിയിലേക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെ നിൽക്കുന്നത്. ഒരു തരത്തിൽ പോലും എനിക്കൊരു കുറച്ചിൽ ഫീൽ ചെയ്തിട്ടല്ല നിൽക്കുന്നത്. ഞാൻ തുറന്നു പറയുകയാണെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ അല്ല, നമ്മൾ നമ്മുടെ ഒരു ഡൗൺ സ്റ്റേജിലാണ്. ജീവിതത്തിൽ എപ്പോഴും ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുമ്പോൾ അത് ബാലൻസ് ചെയ്യാൻ പഠിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 2000 പേരുള്ളിടത്ത് നിന്ന് 100 പേര് പോലും ഈ പരിപാടി തികയുന്നില്ല. പക്ഷെ എന്നാലും 1 മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുന്നോട്ട് പോകാൻ കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ്, ഈ ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള മെയിനായിട്ട് പുതിയതായിട്ട് വന്ന മെമ്പേഴ്സ്. ഇങ്ങോട്ടാ പലരുടെയും കാഴ്ചപ്പാടിൽ അവൻ വ്യൂസ് ഡൗൺ ആയ ആളായിരിക്കാം, മുന്നോട്ട് ഉപയോഗമില്ലായിരിക്കാം. പക്ഷെ നൗഫലിനെ സംബന്ധിച്ച് ബിഗിനിങ് മുതൽ നൗഫലിന്റെ കൂടെ നിന്ന ആള് ഇക്കാന്ന് വിളിക്കുന്നതിൽ ആത്മാർത്ഥ 100% കാണിച്ച ഒരാളാണ്. എല്ലാവരും എനിക്ക് വേണ്ടി കൊമ്പനൊരു കൈയടി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് മൊമെന്റ് കൊമ്പനെ തന്നെ കൊടുക്കുകയാണ്. ഞങ്ങൾ ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞ സംഭവം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്പോൺസർഷിപ്പുകൾ, ബ്രാൻഡ്സിന്റെ സപ്പോർട്ട് എല്ലാം വെച്ചിട്ട് ഒത്തിരി ക്രിയേറ്റേഴ്സ് ഉള്ള ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗെയിം ബാൻ ഒന്നത് പോയ സമയത്ത് ഇപ്പൊ എല്ലാവരും ഇവരെന്താണ് ബൂട്ട് ക്യാമ്പ് അല്ലെങ്കിൽ ഇതെന്തുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരും പറയും. പക്ഷെ ഞങ്ങൾ ഇപ്പോഴും, അതായത് സ്ട്രീമിംഗ് കോൺട്രാക്ട് ഇല്ല, പ്രൊമോഷൻസ് പ്രോപ്പർ ആയിട്ടില്ല, ഒരു സ്പോൺസർഷിപ്പും ഇല്ല. പഴയ സ്ട്രീമിംഗ് കോൺട്രാക്ട് ഉൾപ്പെടെ ഓർഗനൈസുകൾ തരാനുള്ള ലക്ഷക്കണക്കിന് രൂപയാണ്. 2 വർഷമായി സ്റ്റക്കാണ്. അവിടെ നിന്നിട്ട് ഞങ്ങൾ ഡെയിലി കണ്ടന്റ് ഇട്ട് പിടിച്ചു നിൽക്കുവാണ്. ഈ നിൽക്കുന്ന ഒരാളും വീട്ടിലേക്കോ പേഴ്സണൽ കാര്യത്തിന് വേണ്ടിയിട്ടല്ല, ഒന്നിച്ചിറങ്ങിപ്പോയി ഒരു വഴിയിൽ. ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊരു വഴിയിൽ ഇറങ്ങിയിട്ട് കുറച്ച് പൈസ പോകുമ്പോഴോ അല്ലെങ്കിൽ സ്ട്രഗിൾ ഉണ്ടാകുമ്പോൾ തിരിച്ചു പോകാൻ എല്ലാവർക്കും ഈസിയാണ്. ആർക്കാ പറ്റാത്തേ? എനിക്ക് പറ്റൂലേ. ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയപ്പോൾ നടക്കുന്നില്ല, വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് പോവാം, നല്ല മൊമെന്റ് ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇതൊരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് കണ്ടോളൂ. ലൈഫിൽ നമ്മൾ എന്തിനെങ്കിലും ഇറങ്ങുന്ന സമയത്ത് നല്ല കാര്യങ്ങളാണെങ്കിൽ പോലും തടസ്സങ്ങൾ ഉണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് കാസ്ട്രോ 3:30 മണിക്ക് മെസ്സേജ് ഇടുകയാണ്, ഞാൻ ബ്ലോക്കിലാണ്, എത്താൻ ഇത്ര സമയമാവും, ഞാൻ നോക്കട്ടോ അവിടെ സംസാരിക്കാം. അവന് വരണമെന്ന് തോന്നിയിട്ടാണ്. ഒരുപാട് ക്രിയേറ്റേഴ്സ് സിറ്റുവേഷൻ കൊണ്ടാവാൻ എന്താവാം, പക്ഷെ കാസ്ട്രോ ഇന്ന് വന്നത് അത് അത്രയും ആത്മാർത്ഥമുള്ള കൊണ്ടാണ്. അവർ ക്യാമ്പ് പ്ലാൻ ചെയ്തിരുന്നു, കാസ്ട്രോ ഡോക്കി അവരെല്ലാം. ഞാൻ ഈ സമയത്ത് അറിയിക്കുമ്പോൾ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ മാറ്റി വെക്കാം, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞു. അവരെ മാറ്റി വെച്ചു. അവൻ വന്ന വഴിക്ക് അവനെ ഇടയ്ക്ക് കൊണ്ടുവന്ന ബോട്ടിൽ പെട്രോൾ തീർന്നു. നമ്മളും കാത്തിരുന്നു. അതാണ്, ഒന്നിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒന്നിച്ച് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിറങ്ങിയ നമ്മൾ വിചാരിച്ച നടക്കും. പാതിയിലെത്തിയിട്ട് റീസൺസും കാര്യങ്ങളും പറഞ്ഞു പോരാ. അത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ ഏതൊരു അവസ്ഥയിൽ നമുക്ക് കൊണ്ടുപോകാം, എങ്ങനെയും കൊണ്ടുപോകാം. ഞാനിനി തോറ്റാൽ പോലും ഞാൻ ശ്രമിച്ചിട്ടാ തോറ്റെ, എൻ്റെ കൂടെ നിന്നവർ. അപ്പോൾ നമ്മളെ ഗസ്റ്റായിട്ട് എത്തിയവരെ തന്നെ ഒന്നുകൂടെ വിളിക്കാം. കാസ്ട്രോനെ നമ്മൾ ഈ വേദിയിലേക്ക് വിളിക്കാം. ഞാൻ FFKCയുടെ 2ാമത്തെ മീറ്റപ്പ് തൊട്ടിട്ട് ഇതുവരെയുള്ള എല്ലാ മീറ്റപ്പിലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനൊരു ടൈം കാൽക്കുലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് മിഞ്ഞാന്ന് ഞങ്ങൾക്കൊരു ആലപ്പുഴയിലൊരു കല്യാണ പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങൾ 3 പേർക്കും. എന്താ പറയുക, ഇപ്പോൾ ഈ ന്യൂ ഇയറും ക്രിസ്മസ് ഒക്കെ ആയിട്ട് നല്ല ബ്ലോക്കാണ് കൊച്ചിയിലാണെങ്കിലും. എന്നിട്ടും FFKCയുടെ പരിപാടിയല്ല, നമ്മൾ എല്ലാ കൊല്ലം വരുന്നില്ലേ, ഇപ്പോൾ സ്ട്രഗിൾ ചെയ്തിട്ടും അത്രയും ബ്ലോക്കും കാര്യം ഉണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ഞാനിത് പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കപ്പലിലാണ്, വേറെ എവിടെ വെച്ചാൽ നമുക്ക് ലേറ്റ് ആയാലും കയറി ചെല്ലായിരുന്നു. അപ്പോൾ അതും മനസ്സിലാക്കിയിട്ട് ഇക്ക വേറെ ബോട്ട് അറേഞ്ച് ചെയ്തു, പങ്കെടുക്കാൻ പറ്റി. ഹെലികോപ്റ്ററാണ് പ്ലാൻ ചെയ്തത്, അത് ഒത്തിരി സന്തോഷം. കാരണം ഇത് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചായിരുന്നു. പകുതി വെച്ചിട്ട് മടങ്ങി പോകേണ്ടി വരുമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ അതിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തി വരാൻ പറ്റിയ ഒത്തിരി സന്തോഷം. ഇക്ക പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് സ്ട്രഗിൾ സ്റ്റേജിലാണ്. ഇപ്പോൾ ഇക്കയും ഈവൻ ഞാനാണെങ്കിലും ആ ഒരു പോയിന്റിൽ തന്നെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും നമ്മളെ രീതിയിൽ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടിൽ ഒരു ഉയർച്ച ഉണ്ടെങ്കിൽ താഴ്ച ഉണ്ടാവും. ആ താഴ്ച കഴിഞ്ഞാൽ മേ ബി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഒരു ഉയർച്ച ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ നമ്മുടെ ക്രേസി പാണ്ഡേനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. കഴിഞ്ഞ മീറ്റപ്പിലൊന്നും എത്താൻ പറ്റില്ല അല്ലേ? ബാംഗ്ലൂരിലെ അടിച്ചുപൊളി ലൈഫൊക്കെ കഴിഞ്ഞ് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ പ്രസംഗിക്കാനൊന്നും അറിയില്ല, കാര്യം പറഞ്ഞാൽ മതി. അത് പറഞ്ഞ പോലെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പരിപാടിയിൽ, കഴിഞ്ഞ 2 പരിപാടിയിലും വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പോൾ FFKVCൻ്റെ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. പോരെ. ഇനി നമ്മുടെ 10ാമത്തെ മീറ്റപ്പ് ചന്ദ്രനിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഡോഗിക്ക് പറഞ്ഞ പോലെ എന്താ പറഞ്ഞ ഒരു താഴ്ച ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ഉയർച്ച ഉണ്ടാവുക. അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുക. നിങ്ങളിപ്പോൾ കൂടെ ഉള്ളവർ സ്ട്രഗിൾ ചെയ്യുക. തോറ്റു പോകുന്നതിനേക്കാൾ നല്ല ജയിക്കുന്ന തന്നെയാണ്. അതെനിക്ക് പറയാനുള്ളൂ. അവസാനം വരെ ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും, വിളിച്ചാൽ മതി എന്തുണ്ടെങ്കിലും. ഇനി നമ്മുടെ
സ്വന്തം പ്രശാന്ത് ഉള്ളിലേക്ക് നമ്മുടെ ടെക് പാർട്ട്ണർ ഗീക്ക് ബോക്സ് കൊടുക്കണ ഒരു കൈയടി. ഇപ്പോൾ ഇത് 5ാമത്തെ വർഷമാണ് ഞാൻ ഇവിടെ ഇങ്ങനൊരു മയക്കം പിടിച്ചിവിടെ നിൽക്കുന്നത്. 5 വർഷമായപ്പോൾ ഇപ്പോൾ കുറേ പുതിയ മുഖങ്ങൾ എനിക്ക് ഇവിടെ കാണാൻ പറ്റി. അത് തന്നെ ഒരു നല്ലൊരു തുടക്കത്തിൻ്റെ സൂചനയായിട്ട് എന്നെ കാണുന്നു. പഴയ കുറേ മുഖങ്ങളെ കാണാൻ പറ്റിയില്ല. അപ്പോൾ പുതിയ ആൾക്കാരെ ഇനി പരിചയപ്പെടണം. FFKYC മുന്നോട്ട് തന്നെ പോവുക. 5 വർഷം വന്നെങ്കിൽ ഒബ്വിയസ്ലി ഇനി മുന്നോട്ട് പോകാൻ അത്ര പാടൊന്നും ഉണ്ടാവില്ല. ഇക്കയിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം എന്നും ഉണ്ടാവും. ഇതേപോലെ ഇതിനെക്കാട്ടിലും നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ വളരുന്നു എന്നുള്ളതല്ല, നമ്മുടെ ഒപ്പം ഉള്ള എല്ലാവരും വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹം. കൂടുതലൊന്നും പറയുന്നില്ല. എല്ലാ ആശംസകളും FFKYCക്കും VTOXനും F3 മീഡിയയ്ക്കും ഹൈവെക്സിനും കൊടുത്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു. ഇനി നമ്മുടെ കൂട്ടത്തിൽ ഒരു പുതുമണവാളനുണ്ട്. അവിടെ വരൂ. ബിബേസ് ഓസ്ട്രേലിയയിൽ നിന്ന് എത്തി. ഇന്നലെ കല്യാണം കഴിഞ്ഞു. ഇന്ന് മീറ്റപ്പ് കൂടെ എത്തി. നിങ്ങൾ ആരെങ്കിലും ചെയ്യോടെ? റാശിയൊക്കെ ഒരാഴ്ച ലീവായിരിക്കും. ആനന്ദ് ബ്രോ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. അത് കുറെ നമ്മുടെ മീറ്റപ്പ്, ഹൈവെക്സിന്റെ വെബ്സൈറ്റ്, അങ്ങനെ മുന്നോട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിളിച്ചടോ ഇങ്ങനെ ചെയ്താലോ ഒന്നൊരു സജഷൻ ചോദിക്കുന്ന ഒരാളാണ്. ഒത്തിരി ഞങ്ങളുടെ മാത്രമല്ല, ഇപ്പൊ ബൂട്ട് ക്യാമ്പിലുള്ളവരുടെ ആയാലും FFKYCയിലുള്ളവരുടെ ആയാലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ നിന്ന് ചെയ്യുന്ന ഒരാളാണ്. നമുക്കൊരു കമ്പനി ആക്കാനും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് കൂടുന്ന ഒരാളാണ്. ഒരു കൈയടി എല്ലാവരും കൊടുക്കുക സ്നേഹപൂർവ്വം. എൻ്റെ പ്രിയപ്പെട്ട വൈഫിനൊരു മൊമെൻ്റ് കൊടുക്കട്ടെ എന്നെ സഹിക്കുന്നതിന്. ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആള്. FFKYC കയറണം ലിസ്റ്റിനകത്ത് നമ്മൾ കോർഡിനേറ്റേഴ്സിൻ്റെ ലിസ്റ്റിൽ പേരിട്ടപ്പോൾ ഇന്നലെ എന്നോട് ചോദിക്കുക, ഉപ്പി ഞാൻ മെമ്പർ അല്ലേ, എന്നെ മെമ്പറിൻ്റെ ലിസ്റ്റിലിടണം. എനിക്ക് 40K ഉണ്ടല്ലോ, 10K മതിയില്ല. ഞാൻ പറഞ്ഞു നിനക്ക് ഇൻസ്റ്റാഗ്രാമിൽ 40K ഉള്ളൂ, 10K അടിക്കാതെ നിനക്ക് ഗ്രൂപ്പിൽ കയറാൻ പറ്റൂല, മെമ്പർ ആവാൻ പറ്റത്തില്ല. ആമക്കുട്ടിക്ക് ഒരു മൊമെൻ്റ് കൊടുക്കാം. ബാ. ഒരു 17 വയസ്സ് തികയുന്ന മുമ്പ് ഞാൻ പരിചയപ്പെട്ടൊരു മുതലാണ് സ്പോർട്സ് എന്ന് പറഞ്ഞ ലോകത്തെ കുറെ കഥകൾ എനിക്ക് പറഞ്ഞു തന്ന ആൾ. നമ്മുടെ ബ്ലൈൻഡ് സ്പോർട്സിലെ സാത്താൻ എനിക്ക് പരിചയപ്പെടുത്തി തന്ന ആൾ. അങ്ങനെ കുറെ സംഭവങ്ങൾ ചുമക്കുന്ന ഒരാളാണ് അല്ലടാ. ഇപ്പൊ ഹൈലൈറ്റ് മാള് ഇങ്ങനെ കശത്ത് വെച്ച് അമ്മാനമാടുന്ന ആൾ. ഇപ്പം പറഞ്ഞ തന്നെ 17 വയസ്സിൽ തുടങ്ങിയത്. അന്ന് തൊട്ട് എൻ്റെ ലൈഫിൽ കുറേ മുഖങ്ങൾ വന്ന് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്ത് ഇത് നമുക്ക് ഏറ്റവും വിക്ടറിയുള്ള മൊമെന്റാണ്. കാരണം ഏറ്റവും റിഫൈൻ ആയിട്ട് ഏറ്റവും കൂടെ നിൽക്കുന്ന ആൾക്കാർ മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു കാലത്തും നമ്മുടെ ബാക്കിൽ പൈസ ഉണ്ടെന്നോ നമ്മുടെ ബാക്കിൽ ബ്രാൻഡ് ഉണ്ടോ നോക്കിയിട്ടില്ല. ഇതിപ്പോൾ ഇന്നും ഒന്നുമില്ലാണ്ട് FFKYC ഇപ്പോൾ ഒരു ബ്രാൻഡ് ലോഗോയിൽ കാണില്ല. പക്ഷെ എന്നിട്ട് ഇവിടെ വന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ആർട്ടിനോട് ചേർന്ന ആൾക്കാരാണ്. ആൻഡ് പുതിയ ആൾക്കാരെന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും പുതിയ മുഖങ്ങളെ വരുള്ളൂ. പഴയ ആൾക്കാരുണ്ടാവില്ല. ഒരു ചേരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ചാൻസസ് ഉണ്ടാവും. ആൻഡ് ഇപ്പം ഇക്കനോടെ നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും പോസിറ്റീവാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇക്കനെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തിരും. ഇപ്പോൾ എനിക്കറിയുന്നത് ഇപ്പോൾ 5 കൊല്ലമായി. എൻ്റെ 5 കൊല്ലത്തിൽ എൻ്റെ എല്ലാ പ്രശ്നവും ഞാൻ അവിടെ വന്നിട്ട് പറയാം. ഇങ്ങനെ ഉണ്ട് കേട്ടോ, എല്ലാം പറഞ്ഞ് എൻ്റെ ലൈഫ് സോൾവ് ചെയ്തിട്ട് എൻ്റെ കരിയർ ഗ്രോത്ത് എങ്ങനെ മാക്സിമം ചെയ്യാൻ പറ്റാത്ത ചെയ്യുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഇയർ എനിക്ക് ഒരു ഇൻവോൾവ്മെൻറ്റും ഇവിടെ ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ എന്നിട്ട് എൻ്റെ പേഴ്സണൽ കരിയർ ഗ്രോത്തിലേക്ക് അടാ ഈ കുറച്ച് സ്ട്രഗിൾ ചെയ്യും. ഞാനിപ്പോൾ റീസെൻ്റ്ലി പുറത്ത് അബ്രോഡ് പോയപ്പോൾ പറഞ്ഞ് അടാ നല്ലതാണ്, നീ എക്സ്പോജർ കിട്ടും, നീ പോയിട്ട് വാ. ഞാൻ പോയത്തും നീ ഇങ്ങോട്ട് വരാൻ പറ്റില്ല, എന്നോട് തിരിച്ചു വരാൻ പറ്റില്ല, നീ എന്നാണോ കംഫർട്ടബിൾ അന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇന്ന് പരിപാടിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും നീ ഒന്നും പറയണ്ട, നീ വന്നില്ലേ നിന്നെ ഇടിക്കുന്ന രീതിക്ക് ആയപ്പോഴാണ് കൂടെ വന്നത്. പറയാൻ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടെ നിന്നാൽ മാത്രം മതി. ബാക്കിയുള്ള ടെൻഷൻ സ്ട്രെസ് ഒന്നും നിങ്ങൾ എടുക്കണ്ട. ജസ്റ്റ് വർക്ക് ചെയ്യുക, മൂപ്പര് പറയുന്നത് കേൾക്കുക. എന്തായാലും ഹൈറ്റിലൂടെ എത്താൻ പറ്റും. ആൻഡ് ഈ ഒരു മൊമെന്റിനെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ഇത് 3ാമത്തെയാണ് ഇപ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷേ ഞാൻ എന്നെ സംബന്ധിച്ചില്ലെങ്കിൽ ഞാൻ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയറിലെ സ്ട്രഗിൾസ്, ഇപ്പോൾ നമ്മൾ എത്ര സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കൊക്കെ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ നമ്മൾ കൂടെ നിൽക്കാൻ അറിയാം. പക്ഷേ പുറത്ത് നോക്കുമ്പോൾ എല്ലാ കൊല്ലം ഒരു പരിപാടി നടക്കുന്നു, ഒരു മൊമെന്റ് കിട്ടുന്നതാണ്. പക്ഷേ ഈ ഒരു സ്ട്രഗിൾസ് എല്ലാം ബീറ്റ് ചെയ്തുകൊണ്ടാണ് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് സാധനം കൊടുക്കാൻ പറ്റുന്നത്. നമ്മൾ എല്ലാ വാറും ജയിച്ചിട്ട് എല്ലാ യുദ്ധവും ജയിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒരു സാധനം നമുക്ക് എല്ലാവർക്കും തരാൻ പറ്റുന്നത്. 5ാമത്തെ വട്ടവും നമ്മൾ ജയിച്ചിരിക്കുകയാണ്. 6, 7, 8, 9 ഒക്കെ നമ്മൾ ജയിക്കും. കൂടെ നിൽക്കുന്നവരെ നമ്മൾ ഏറ്റവും ടോപ്പിലോട്ട് എത്തിക്കുകയും ചെയ്യും. അത്രേ പറയാനുള്ളൂ. താങ്ക് യു. നിവിനെ കാണുന്നില്ല, ഒന്ന് വാ ബായ്. എനിക്ക് ഗീക്ക് ബോക്സിൽ പ്രശാന്തരുടെ സ്റ്റാഫായിട്ട് വന്നതാണ് കേട്ടോ. അവിടെ വീഡിയോ മേക്കിങ്ങും അവിടെ സ്റ്റോക്ക് കീപ്പിംഗ് ആയിട്ട് വന്നതാണ്. ഫസ്റ്റ് ടൈം ശരിക്കും പറഞ്ഞ ഇവന് എന്നെ കുറിച്ച് കുറച്ച് വേണ്ടാത്ത ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അതവൻ്റെ ഒരു ക്വാളിറ്റിയാണ്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ വലിയ പോസിറ്റീവായിട്ടുണ്ട് പറയുന്ന സാധനങ്ങൾ അവൻ ഫ്രണ്ട് വെച്ച് എന്നെ ഉടച്ചിട്ട് അങ്ങനെയല്ല. എന്നോടും പ്രശാന്തരോടൊക്കെ ആയാലും അവൻ അങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കും. എന്നിട്ട് അവൻ്റെ വിഷൻസ് കുറേ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴായാലും ബൂട്ട് ക്യാമ്പിലുണ്ടെങ്കിലും അവൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോകുന്നു.
പോകുന്നുണ്ട്, കുറെ ഷോർട്ട് ഫിലിംസ് ചെയ്യുന്നുണ്ട്, മൂവിയിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം അവൻ എൻ്റെ ഐഫോൺ വാങ്ങിക്കൊണ്ടുപോയി. എനിക്ക് ഫോൺ വേണമെന്ന് പറയും, ഞാൻ കൊടുത്തുവിടും. അവൻ ആ ഫോൺ കൊണ്ടുപോയി ഒരു കമ്പനിക്ക് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്ത്, അവർക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല, ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കും. ആ പേയ്മെന്റ്സ് അവന് കിട്ടും. ആ പേയ്മെന്റ് വെച്ചിട്ടാണ് അവൻ പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി അവൻ സിനിമാറ്റോഗ്രാഫി പഠിക്കാൻ പോകുമ്പോൾ ഇങ്ങനെ പൈസ നോക്കുക, എന്താ ചെയ്യാന്ന് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തരാടാ നീ പോകുന്നു പറഞ്ഞു. അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ സിസ്റ്ററിന്റെ മാരേജ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് അതിന് പറ്റിയില്ല, പറ്റുന്ന സാഹചര്യം അല്ലായിരുന്നു. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ റെഡിയാക്കാന്ന് പറഞ്ഞപ്പോൾ ഇല്ലൊക്കെ ഞാൻ അത് നോക്കിക്കോളാന്ന് കരുതി. ഒരു വഴിക്ക് ഇറങ്ങിയ അത് എത്തിക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ ഞാൻ അടുത്ത് കാണുന്നതിൽ കുറച്ച് ആൾക്കാരാണ്. ഇവൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള ഒരാളാണ്. ഇപ്പൊ തന്നെ ചിലർ വിചാരിക്കും ഇവൻ വന്ന് വെറുതെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കുന്നു, അവിടെ നിൽക്കുന്ന അങ്ങനെയല്ല. അവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അവന്റെ കരിയർ ഗ്രോത്തിനുള്ള കാര്യങ്ങളും ഇനി പ്രശാന്ത് വിളിച്ചിട്ട് പെട്ടെന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അവിടെയും പോയി ചെയ്തു കൊടുത്ത് അങ്ങനെ പോകുന്ന ഒരാളാണ്. പക്ഷേ ഈ പ്രായത്തിൽ ഉഴപ്പി സിമ്പിൾ ആയിട്ട് പോവാതെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരെ കൂട്ടത്തിൽ ഒരു എക്സാമ്പിൾ ആക്കാൻ പറ്റുന്ന ആളാണ് നിവിൻ. ഈ ഒരു മുതല് ശരിക്ക് എന്റെ കൂടെ നിന്ന് നീ എന്തിനാടാ പോയെ അറിയില്ല. ഓക്കെ, സോ ഞാൻ ആദ്യം ഒരു PC കിക്ക് ബോക്സ് എടുക്കുന്ന കാരണം ഇവന് ഞങ്ങളൊരു ട്രിലോഗ് എന്ന് പറഞ്ഞൊരു വെബ് സീരീസ് എൻ്റെ ചാനൽ ഉണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടോ അറിയില്ല. അപ്പോൾ അതിൻ്റെ അടുത്ത പാർട്ട് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡറൊക്കെ ചെയ്ത് 3D ചെയ്യാൻ ഒരു PC വാങ്ങാൻ പ്രശാന്തിൻ്റെ അടുത്ത് പോകുന്നത്. എനിക്കൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല, എഡിറ്റ് ചെയ്യാൻ ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് വെച്ച് നീ ചെയ്യില്ല, എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് PC എടുത്ത് വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ വീട്ടിൽ പോയി. പിന്നെ ഞാൻ മനക്കോട്ടയുടെ വീഡിയോ ഒക്കെ കണ്ട് 2-3 വ്ളോഗൊക്കെ ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ പോയി എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് നടക്കൂല, കൂട്ടിയെ കൂടില്ല എന്നുള്ള എനിക്ക് വ്യക്തമായി. കാരണം നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനും കോർഡിനേറ്റ് ചെയ്യാനും ഇങ്ങനെ വേണമെന്നുള്ള ഭാവനയിൽ പറയാൻ കഴിയും. പക്ഷെ അത് ഇരുന്ന് എഡിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ ടെക്നിക്കലി എനിക്കും കുറെ അറിയില്ല. അന്ന് ഇവൻ പറഞ്ഞ ഇവന്റെ ഫേവറേറ്റ് എഡിറ്ററാണ് ത്രിലോഗ്. ഇന്ന് VTalks-ന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യുന്നത് ത്രിലോഗാണ്. നിങ്ങൾക്കറിയാം മോണിറ്റേഡ് വീഡിയോസ് 3 ലക്ഷത്തോളം അടിച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇന്ന് VTalks-ൽ, അതായത് ഇവൻ ഇട്ടിട്ട് പോയ ചാനലിൽ ത്രിലോഗ് എഡിറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് അവന്റെ ഫേവറേറ്റ് എഡിറ്റർ ആയിട്ടുള്ള ത്രിലോഗ് എഡിറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന് ഇവൻ എഡിറ്റ് ചെയ്യുന്നുണ്ട്, ജാബി എഡിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അന്ന് ലാഗം പോയപ്പം എന്റെ എളുപ്പത്തിന് പെട്ടെന്ന് PC കൊടുത്ത് സെറ്റിൽ ചെയ്തിട്ട് ചന്ദ്ര വേണമെങ്കിൽ നമുക്കത് കൊടുക്കാം, വലിയ നഷ്ടമില്ലാത്ത രീതി വിറ്റുതരാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനന്ന് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഇന്ന് ഇവർ 3 പേര് എഡിറ്റ് ചെയ്യുന്ന പണിയുന്ന ഒരു ചാനൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാവരും സ്റ്റോറിയാണ് കണക്ട്. പക്ഷേ അവനൊരു ടൈം കഴിഞ്ഞ സമയത്ത് നമ്മുടെ ലൈഫിൽ നമുക്ക് തോന്നും നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് തിരുത്തുന്നുള്ളത്. അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. കഴിഞ്ഞ മീറ്റപ്പിൽ അവൻ വന്നു, നമ്മുടെ കൂടെ നിൽക്കുന്നതിന് പകരം അവൻ ഓഡിയൻസ് ആയിട്ടിരുന്ന് അവിടെ നിന്ന് കണ്ടു. പിന്നെ അവന്റെ ലൈഫിലും കുറെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടായി. അതിനേക്ക് അവൻ ഓവർകം ചെയ്ത് നിൽക്കാൻ അവന് വീട് മാത്രം പറ്റാതെയായി. കരയിപ്പിക്കല്ലേന്ന്, അവന് തിരിച്ചു വരണം, അവന് ആ വീട് മാത്രം പോരാൻ തോന്നിയപ്പോ ഞാൻ പറഞ്ഞാ നീ വരുന്നുണ്ടോ? ആയിക്കാൻ ഞാൻ വരുന്നു പറഞ്ഞു. അവൻ ഇങ്ങോട്ട് ചോദിക്കാൻ മടി ഉണ്ടായിരുന്നു. മനുഷ്യരെപ്പോഴും അങ്ങനെയാണ്, നമ്മളെ വിട്ടുവീഴ്ചകളും അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങോട്ട് കാണിക്കുന്നതൊക്കെ നമ്മൾ തിരിച്ചു കാണിച്ചതുകൊണ്ടൊരു കാര്യമില്ല. ഇതിപ്പോ സീരിയലായല്ലോ, കണ്ണീർ മഴയായി. അങ്ങനെ തിരിച്ചു വന്നവനാണ്. പക്ഷെ ഇന്ന് ബൂട്ട് ക്യാമ്പ് ബോയ്സിൽ ഓരോരുത്തരെയും എടാ വീഡിയോ എടുക്കുന്നില്ലേ, എഡിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് നമ്മളെല്ലാരും ജിമ്മർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും, ഇൻട്രോവേർട്ടർ എന്ന് പറഞ്ഞ് കളിയാക്കുമെങ്കിലും മനുഷ്യരെപ്പോഴും ചേഞ്ച് ആവും. അവനൊരു ചേഞ്ചിങ് പോയിന്റിലാണ്. ചാനൽ നഷ്ടപ്പെട്ടു പോയ ഒരാളിനെ വിളിക്കുക. 7 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ FKVC അടുത്ത ദിവസം നഷ്ടപ്പെട്ടു പോയി. അത് നല്ലതാണ്. കാരണം എന്നറിയോ, കയ്യിലുണ്ടതിന്റെ വില നീ മനസ്സിലാക്കുക. അവന്ത് അറിയത്തില്ലടാ. ഭവന്ത് ഒരു മോട്ടിവേഷൻ്റെ ആളാണ് കേട്ടോ. ചെറിയൊരു കുഞ്ഞു സ്റ്റോറിയെ. ഭവന്ത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് മെസ്സേജ് എടുക്കുക, എനിക്ക് മാറണം, ഈ ഷെഡ്യൂൾ സെറ്റാക്കും, ഞാൻ വീഡിയോ ഇടും, ഡെയിലി സ്ട്രീം ചെയ്യണം, ഞാൻ പഠിക്കുന്നുണ്ട്, ഞാൻ മാക്സിമം നോക്കും, ഞാൻ കറക്റ്റ് ചെയ്യും, എല്ലാം റെഡിയാക്കി ഒന്ന് ട്രാക്ക് ആവാൻ ശ്രമിക്കുമ്പോൾ അവൻ എന്തെങ്കിലും പ്രശ്നം വരാറുണ്ട്. പ്രശ്നങ്ങൾ എപ്പോഴും നമ്മുടെ മുന്നിലുണ്ടാവും. അവനെങ്ങനെ പിന്നെ ആ പ്രശ്നങ്ങളെ കുറിച്ച് പറയും, കുറേ നാൾ അനക്കം ഉണ്ടാവില്ല, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും, വീണ്ടും അത് പറയും, വീണ്ടും ലിപ്പിലടിക്കും. ഇപ്പൊ ചാനലങ്ങ് പോയി. ഇപ്പൊ അവന് ഭയങ്കര കോൺഫിഡൻസാണ്. സെക്കൻഡ് ചാനലുണ്ട്, 4 വീഡിയോയിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ അവന്റെ പൊട്ടൻഷ്യൽ ആലോചിച്ച് നോക്കണം. അതായത് നിങ്ങൾ കാസ്ട്രോയ്ക്ക് വരുന്ന ഫസ്റ്റ് മീറ്റപ്പ് 2021 മീറ്റപ്പിൽ 14 വയസ്സിൽ 500K സബ്സ്ക്രൈബേഴ്സിൽ FFKVC ഉള്ള മെമ്പറാണ്. ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും ഇന്ന് FFKVC-യിലൂടെ കയറി വന്ന യൂട്യൂബേഴ്സിനെ കാട്ടി പൊട്ടൻഷ്യലുള്ള പലരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കഴിവ് യൂസ് ചെയ്യുന്നില്ല. VTalks-ന്റെ ബൂട്ട് ക്യാമ്പിന്റെ ഒഫീഷ്യൽ ആങ്കറാണ്. തല കറങ്ങിയിട്ട് ഇപ്പൊ ഒന്നും മിണ്ടാൻ വയ്യാത്ത അവസ്ഥയിലാണ്. റാഷിക്ക് വലിയൊരു മാറ്റമുണ്ട് ഈ വർഷം. അവിടെ ഒരു മാസം മുമ്പ് എത്ര കിലോ ആയിരുന്നു? 43. ഇപ്പൊ എത്രയുണ്ട്? 53. 2 മാസത്തിനുള്ളിൽ 10 കിലോ കൂട്ടി. ഞാൻ വാങ്ങി കൊടുക്കുന്ന ഐലൻഡ് പവറാ. ലൈഫില് റൂമിനകത്തിരുന്ന് ജസ്റ്റ് FFKVC-യിൽ ആദ്യമായിട്ട് ഫേസ് ക്യാം കാണിച്ച് സ്ട്രീം ചെയ്ത് തുടങ്ങിയ ആളാണ്. ഇവിടെ വന്ന സമയത്ത് ഇവന്റെ റൂമിൽ ആരും കയറുന്ന പോലും ഇവന് ഇഷ്ടമല്ലായിരുന്നു. ഇന്ന് എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ വഹിക്കുന്ന ഒരാളാണ് റാഷി. ആങ്കറായി, സ്ട്രീമറായി, കണ്ടന്റ് ക്രിയേറ്ററായി. ഒരു ഗെയിമിൽ നിന്ന് അടുത്തൊരു ഗെയിമിലേക്ക് സ്വിച്ച് ചെയ്യാൻ എല്ലാ ഗെയിമേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 ലക്ഷത്തിന് മേലെ അവന്റെ ചാനൽ നിൽക്കുന്ന സമയത്താണ് ഫാർലൈറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിം ഞാൻ പരിചയപ്പെടുത്തുന്നത്. ആ ഗെയിമിൽ വേൾഡിൽ ടോപ്പ് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് അവരുടെ ബോണസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ $1000
2-3 മാസം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഒരു ഗെയിമിലേക്ക് സ്വിച്ച് ചെയ്യാൻ നമുക്ക് പാടാം, അതിൽ വേൾഡിലേക്ക് ടോപ്പ് വ്യൂസ് ഉള്ള കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ട്രൈ ചെയ്താൽ നമുക്ക് എല്ലാം നടക്കും. ഇനിയും റാഷി പലതും നേടാറുണ്ട്. റാഷി അടുത്ത കുറെ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും അതെല്ലാം നടക്കട്ടെ. ഇനി അടുത്ത വർഷം നീ ഉണ്ടാവൂടെ? ചോദിക്കാമല്ലോ അല്ലേ? ഡോം വാ. നമ്മുടെ ജാബിറിനെ എല്ലാവർക്കും അറിയാം, ഡോമിന് എല്ലാവർക്കും അറിയത്തില്ല. പക്ഷേ ജാബിറിന്റെ എന്റെയും കുറെ പണികൾ ഇപ്പോൾ വഹിച്ച് കറക്റ്റ് ചെയ്ത് ബൂട്ട് ക്യാമ്പിൽ കൊണ്ടുപോകണം. FKCയുടെ കാര്യങ്ങൾ ഈ മീറ്റപ്പ് ആയാലും കോർഡിനേറ്റ് ചെയ്യാൻ കൂടുന്ന ഒരാളാണ്. ആക്ച്വലി ഒരു ക്രിയേറ്ററോ ബൂട്ട് ക്യാമ്പിൽ ഒരു മെമ്പർ ആയിട്ട് പോലും ഞാൻ ബിഗിനിങ്ങിൽ കണ്ടിട്ടില്ല. അവനോ അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മൾ പറയത്തില്ലേ, നമ്മൾ ഉപയോഗമില്ല എന്ന് കരുതുന്ന ചില വസ്തുക്കളായിരിക്കും നമുക്ക് ലൈഫിൽ ചില സമയത്ത് ഏറ്റവും ഉപകാരപ്പെടുക എന്ന് പറയുന്നത്. സത്യമായിട്ടും ഞാൻ അവന്റെ മുന്നിൽ നിന്ന് അത് പറയണം. എനിക്ക് ഒത്തിരി ഫീൽ ചെയ്തിട്ടുണ്ട്. അവനൊരു പടം വരയ്ക്കാൻ വേണ്ടി വന്നതാ. എത്ര വർഷം അവിടെ? 3-4 വർഷമായി. സത്യം പറഞ്ഞാൽ ബൂട്ട് ക്യാമ്പ് മുന്നോട്ട് പോകുന്നതിൽ ഒരുപാട് പങ്ക് വഹിക്കുന്ന ഒരാളാണ് പുറകിൽ നിന്നിട്ട്. ചിലപ്പോൾ വീഡിയോയിൽ ഒരുപാട് ഡയലോഗ് പറയാനോ വേറൊന്നും പറ്റുന്നെങ്കിലും പിന്നിൽ ഇന്ന് ഏറ്റവും കൂടുതൽ എന്ന് വെച്ച് കഴിയുമ്പോൾ എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ്. സത്യം പറഞ്ഞാൽ സ്വന്തം ചേച്ചീനെ നോക്കുന്ന പോലെയാണ്. ഇത്തക്ക് എന്തെങ്കിലും ഞാൻ അവിടെ ഇല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ സംസാരിക്കും, എന്ത് വേണം, ആമിനെ എവിടെയെങ്കിലും കടയിൽ കൊണ്ടുപോകണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഒരിക്കലും നമുക്കിപ്പോൾ പറഞ്ഞ് ഏൽപ്പിക്കാൻ നമ്മുടെ ഫാമിലി ഇല്ലാത്ത ഒരാളോട് പറയാൻ പറ്റാത്ത കാര്യം പോലും ചെയ്ത് നമ്മളെ കൂടെ നിൽക്കുന്ന. ഒന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല, സബ്സ്ക്രൈബറുകൾ ഉണ്ടോ അല്ലെങ്കിൽ റവന്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഇഷ്ടം കൊണ്ട് മാത്രം. നമ്മളെല്ലാവരും ഒരുപാട് കളിയാക്കുന്ന ആളാണ്, അതും സഹിച്ചാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ലൈഫിൽ മനസ്സിലാക്കേണ്ട, നമ്മളിപ്പം അവിടെ ഉണ്ട്, അവിടെ ഇരിക്കട്ടെ, അത് ഉപയോഗമില്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യത്തിൽ നിന്നായിരിക്കും നമുക്ക് ഒരുപാട് കാര്യം ഉണ്ടാവുന്നത്. ശരിക്കും എൻ്റെ കുറെ ഫീലിങ്സ് കണ്ടവൻ, എനിക്ക് കുറെ മോട്ടിവേഷൻ തന്ന ഒരാളാണ് സത്യമായിട്ടും. ജാബിറിന്റെ കുറവ് നമ്മുടെ നികത്തി വെച്ചിരിക്കുന്നത് ഇപ്പം ഇവനാണ്. ജൂനിയർ ജാബിറാണ്. താങ്ക് യു ബ്രോ. ഇനി നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ നിന്ന് പോയി തിരിച്ചു വന്നവരുടെ കൂട്ടത്തില് ഒരു പ്രത്യേക വ്യക്തിയുണ്ട്. വാടാ. ഉറങ്ങിയല്ലടാ നീ? ചാർലി ജീവിതത്തിൽ എനിക്ക് ഇതുവരെ അനുഭവിക്കാൻ പറ്റാത്ത പല ഓർമ്മകൾ തന്ന, അനുഭവങ്ങൾ തന്ന ഒരാളാണ്. ഇതുപോലെ തന്നെ FKCയിലെ മെമ്പർ ആവാനോ FKCയുടെ എന്താ ആവശ്യമുണ്ടെങ്കിലും മീറ്റപ്പ് ഉണ്ടെങ്കിലും കാണും ഓടാനും കിക്ക് ബോക്സിലെ സ്റ്റാഫായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ് വരുന്നത് വീടോക്സിൽ ചാർലി അടിപൊളിയാണ്, എക്സ്പ്രഷൻ കിങ്. ചിരിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് വേദനകൾ ഉള്ളിലൊതുക്കി എൻ്റെ ഒപ്പം ഒരു പക്ഷേ അവന്റെ ഒരു സ്റ്റേജിൽ ഞാൻ കൂടെ നിന്നുണ്ടായിരിക്കും. അവനോട് പറ്റുന്നില്ല പല കാര്യങ്ങളും, പക്ഷെ കൂടെ ഉണ്ട്. ഫസ്റ്റ് മീറ്റപ്പ് മുതൽ ഇന്നേ വരെ എല്ലാ മീറ്റപ്പിനും ഉണ്ട്. താങ്ക് യു. നമ്മുടെ കഴിഞ്ഞ മീറ്റപ്പില് ഓഡിയൻസിന്റെ കൂട്ടത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതാ. അതാ നിൽക്കുന്നത്. എനിക്ക് ഞാൻ അടുത്ത വർഷം മെമ്പറായിട്ട് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ്. FKVCയിലെ മെമ്പറാണ്, ബൂട്ട് ക്യാമ്പിലെ മെമ്പറാണ് ഷമീർ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ആ സീൻ? അടുത്ത വർഷം ഇങ്ങനെ ഒരു വേദി ഉണ്ടെങ്കിൽ നീ മെമ്പേഴ്സിന്റെ കൂടെ ഉണ്ടാവും. നേടുമെന്ന് ചോദിച്ചാൽ നേടും അല്ലേ? അവിടെ നിന്നോല് മുന്നോട്ട് പോണം. നിവിനും പുള്ളിയൊക്കെ പുതിയൊരു മൂവി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മിക്ക കോസ്റ്റ്യൂംസ് ഒക്കെ കഴിഞ്ഞ മീറ്റപ്പിനൊക്കെ ഇത്ര ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത ഒരു ബോട്ടിക്കൊക്കെ ഉണ്ട്. പുള്ളിക്കാരൻ നമ്മളൊരു ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ അവിടെ ഒരു പേടിയുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് ഓർഡർ എന്നുള്ളൊരു ഐഡിയ ഉണ്ട്. ബ്രോ, എല്ലാ സക്സസ് ആയ ആൾക്കാരുടെ പിന്നിലും ഒരു നല്ല സ്റ്റോറി ഉണ്ട്, അതായത് ഒരു പെയിൻഫുള്ളായ സ്റ്റോറി ഉണ്ട്. ശരിയല്ലേ? എല്ലാവരും പുറകിലും ഞാൻ കാണുന്നത് നിങ്ങളുടെ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ വിഷൻ വെച്ചിട്ട് എനിക്ക് പറഞ്ഞ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കൂട്ടിരിക്കുന്ന ഓരോരോ വ്യക്തികളിലും അത് മസ്റ്റ് ആണ്. നിങ്ങൾ കണ്ടോളാം, അത് എത്തിച്ചേരും. കാരണം അതങ്ങനെയാണ്, ആ വൈബ് അങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്യുന്നു. എല്ലാവർക്കും അപ്പോൾ ഓൾ ദിസ് സക്സസ്. എല്ലാ മീറ്റപ്പുകളിലും മൊമെന്റോ കൈമാറുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, ഇതെന്താ അവാർഡാണോ, ഇത് കൊടുക്കാൻ നിങ്ങൾ ആരാണെന്ന്. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ അതിൻ്റെ സ്ട്രഗിളുകളെ, പ്രതിസന്ധികളെ മറികടന്ന് എൻഡിലൊരു ആഘോഷമായി നമ്മുടെ മീറ്റപ്പ് എത്തുമ്പോൾ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ, നമ്മളെ അതിഥിയായി എത്തുന്ന നമ്മളിൽ ഓരോരുത്തർക്കും ഓർത്തിരിക്കാൻ ഒരു സമ്മാനം മാത്രമാണിത്. ഞങ്ങളെ സംബന്ധിച്ചതിന് വളരെ വാല്യൂ ഉണ്ട്. അപ്പൊ നമ്മൾ 5ാമത്തെ വർഷത്തെ കേക്ക് കട്ട് ചെയ്യുവാണ്. 6ാമത്തെ വർഷം തുടങ്ങുന്നു. ഈ വർഷമെങ്കിലും രക്ഷപ്പെടോടാ. പെടും. രക്ഷപ്പെട്ടാ കൊള്ളാം. ഓക്കെ. അങ്ങനെ 5ാമത്തെ ആനിവേഴ്സറിയും 2024 മീറ്റപ്പ് 5.0 കടന്നു പോവുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുന്ന നല്ലൊരു മീറ്റപ്പ് ഒരുക്കാൻ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ വർഷം നന്നായിരിക്കട്ടെ. എല്ലാവർക്കും പലരെയും ഈ സന്ദർഭത്തിൽ മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് ഗോഡ്.